ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ചിക്കൻ ഫ്രൈ. അതെ ഗൈസ്, നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അത് ബൾക്ക് തോനെയായിട്ടല്ല, നമ്മൾ ചെറുതായിട്ടൊരു സാധാരണ രീതിയിൽ നമുക്ക് എങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചിക്കൻ ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് വേണ്ട ചിക്കൻ ഫ്രൈക്കുള്ള മസാല കൂട്ടാണ്. അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് കാശ്മീരി മുളക് പൊടി, കൊച്ചുള്ളി ഒരു 10 എണ്ണം, ഇഞ്ചി, കുറച്ച് വറ്റൽമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക് പൊടിച്ചത്, ഗരം മസാല. ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും വറ്റൽമുളകും എല്ലാം നമുക്ക് കല്ലിലൊന്ന് ചതച്ചതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ച് നമുക്ക് നമ്മൾ കറക്റ്റ് അളവിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് നമ്മുടെ മസാല റെഡിയാക്കാം. അങ്ങനെ അരച്ചെടുത്ത മസാല നമ്മുടെ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി പുരട്ടി കൊടുത്തതിന് ശേഷം കാശ്മീരി ഗരം മസാല, കുരുമുളക് പൊടി നമുക്കിത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ റെസ്റ്റിന് വെക്കാം, ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. ചിക്കൻ ഫ്രൈ, നാടൻ ചോറ്, പുളിശ്ശേരി. ഒരു സവാള കൊണ്ട് ഒരു പിടിയും കൊണ്ട് പിടി തരാമല്ലേ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? കൊള്ളാല്ലേ? ചിക്കൻ ഫ്രൈയും മോരും ചോറും നാടൻ വിഭവം അല്ലേ? അപ്പം അടുത്ത വീഡിയോ കാണാം.